നമ്മളെ മോൾക്കൊരു കല്യാണ നിശ്ചയം വന്നാല് നമ്മൾ സാധാരണഗതിയിൽ ഓരോ പേരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിയിലേക്ക് ഒന്ന് അസംസ്കരിക്കാൻ പോവുകയാണ് ചെയ്യുക, ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ്. അങ്ങനെ അസംസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള ചായപ്പൊടിയൊക്കെ ചായ എടുക്കാൻ കയറിയാല് നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ മുട്ടിയാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയും, ചെറുക്കനൊന്നും തിരക്കടില്ല, വളരെ ഉഷാറാണ്, നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ്, കുടുംബമൊക്കെ നോക്കുന്ന ആളാണ്, പക്ഷെ അവന്റെ കൂട്ടുകാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശമാണ്. ഏത് മനുഷ്യനെയും വിലയിരുത്തുമ്പോൾ രണ്ടാമത് നോക്കുന്നത് കൂട്ടുകാർ. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും. ഖാസിം ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് അസുലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവര് കുറച്ചുകൂടി ഉഷാറായിട്ടാ പറയാ ലുത്തുഫത്തിന്റെ പ്രശ്നമാണ് എന്നാ പറഞ്ഞത്. ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാണ് സംഗതി. അത് സംഗതി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. സംശുലിലുമേ ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവന്റെ ഗുരുപരമ്പര അല്ലെങ്കിൽ അവന്റെ പിതാക്കന്മാരുടെ പരമ്പര നേരത്തെ സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളെ എതിർത്തിട്ടുണ്ടാവും. എനിക്ക് വേറെ നിരീക്ഷണമുണ്ട്, നിങ്ങൾ എത്രണ്ട് യോജിക്കുന്നറിയില്ല. സയ്യിദുൽ ഉലമയെ എതിർക്കുന്നവർ അവരുടെ ബാപ്പാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോ ഒരു കാലത്ത് സംശുൽ ഉലമയെ എതിർത്തിട്ടുണ്ടാവും. നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഞാൻ പരിശോധിച്ചപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ കുരുത്തക്കേട് എന്നത് പാരമ്പര്യമായിട്ട് കിട്ടും. കുരുത്തക്കേട് പല നിരക്കും കിട്ടും. കുരുത്തക്കേട് പാരമ്പര്യമായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് കുരുത്തക്കേടിന്റെ വാഹകരാകരുത്. അങ്ങനെ ഒരു ദർശനം അനുഭവം കിട്ടാതെ ആ യമനിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത കേരളത്തിലേക്ക് കടൽ കടന്ന് ഈ വലിയ വലിയ മഹാത്മാക്കൾ ഇവരുടെ പൂർവിക പിതാക്കളൊന്നും ഇവർ കടന്നു വരാൻ സാധ്യതയല്ല. അവർക്കൊക്കെ നിർദ്ദേശം ഇൽഹാം കിട്ടിക്കാണണം. അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വല്ലാത്തൊരു അനുഗ്രഹീതമായ സംവിധാനമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല, യാതൊരു സംശയവുമില്ല. ശംസുൽ ഉലമ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ ബിദഅ പ്രസ്ഥാനങ്ങളോ അവിടെ സൂചിപ്പിച്ചു, അതിനെ മുഴുവൻ ആശയപരമായി തകർത്തടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേവലം ഒരു പ്രസംഗം മാത്രമല്ല മഹാനവർ നടത്തുക, അത് അർത്ഥപൂർണമായിരിക്കും, മറുപടി പറയാൻ സാധിക്കാത്ത വിധമായിരിക്കും. മഞ്ചേരിയിലും വടക്കേലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭീഷണി വന്ന കേന്ദ്രത്തിനെതിരെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ക്രൈസ്തവൽക്കരിക്കുന്നതിനെതിരെ അതിശക്തമായ പ്രസംഗം മഞ്ചേരി സഭാ ഹാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിന്റെ അവസാനം, ഞാൻ വിട്ടുപോകുന്നില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹം നാട്ടിൽ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഷെരീഫുകളെ കൃത്യമായി നേരിട്ട് ഫോൺ കിട്ടാൻ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ഫോൺ ചെയ്യണമെങ്കിൽ വിളിച്ചു ചോദിക്കും, അവർ മറുപടി വെച്ചോ, നിങ്ങൾക്ക് വെക്കാനെങ്കിൽ വെച്ചോ, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാനിവിടെ വരും, ഇവിടുത്തെ പരിപാടി വിഷയം തീർത്തിട്ടേ ഞാൻ വിട്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ക്രൈസ്തവ മിഷണറിമാർ മറുപടി പറയുന്നുണ്ടോ നോക്കി ഷെരീഫുകളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആ നിലയിൽ ഇനി വരെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം, മുസ്ലിങ്ങളെ ഇസ്ലാമിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം നടക്കില്ല എന്ന് ഉറപ്പായ ശേഷമാണ് ശംസുൽ ഉലമ മഞ്ചേരി പ്രവർത്തനം നിർത്തിവെച്ചത്. അതായത് മഹാനായ ശംസുൽ ഉലമ വളരെ കൃത്യമായി അത്തരമുള്ള ഏത് ബിദഅ പ്രസ്ഥാനങ്ങളിലും, എല്ലാ ബിദഅ പ്രസ്ഥാനങ്ങളും, എല്ലാ കുഫറിന്റെ പ്രസ്ഥാനങ്ങളും, ഏതൊരു പ്രസ്ഥാനങ്ങളും അതിലൊക്കെ അടിസ്ഥാനപരമായി ഖാദിയാനി പ്രസ്ഥാനത്തെ നിശ്ചിതമായി ആശയപരമായി എതിർത്ത് പരാജയപ്പെടുത്തി ഇസ്ലാമിൽ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിൽക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളൊക്കെ മഹാനവർ നടത്തിവെച്ചു പോയിട്ടുണ്ട്.